ഹരേ രാമ ഹരേ കൃഷ്ണ. 7 നാൾ ഐശ്വര്യം. കൂടെ ഈ ആഴ്ചയിൽ ഭാഗ്യത്താൽ ആറാടുന്ന നക്ഷത്രക്കാർ ഇവരാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത 7 ദിവസം വളരെയധികം സൗഭാഗ്യവും ആഡംബര ജീവിതവും സന്തോഷവും വന്നു ചേരുവാൻ പോകുന്നു. ജൂൺ മാസത്തിലെ 3-ാമത്തെ ആഴ്ച തുടങ്ങിക്കഴിഞ്ഞു. ജ്യോതിഷപരമായി ഈ ആഴ്ച വളരെയധികം വിശേഷപ്പെട്ട ദിവസങ്ങളാണ് വന്നു ചേരുന്നത്. ഈ ആഴ്ച 3 ഗ്രഹങ്ങൾ മിഥുന രാശിയിൽ നിലകൊള്ളുന്നു. അതിൻ്റെ ഫലമായി ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളും സമ്മാനിക്കും. ഈ കാരണത്താൽ ചില നാളുകാർക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ്. ഈ രാശിക്കാരായ ആളുകൾക്ക് എല്ലാവിധ വെല്ലുവിളികളെയും നേരിടുവാനും ജീവിതത്തിൽ വളരെയധികം വിജയത്തോടെ മുന്നേറുവാനും സാധിക്കുന്നതാണ്. സാമ്പത്തികമായും ഇവരുടെ സമയം വളരെയധികം നല്ല ദിവസങ്ങളാണ് വന്നെത്തുന്നത്. സമ്പൂർണ്ണ വാരഫലം 2024 ജൂൺ 16 മുതൽ ജൂൺ 22 വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ്. പൊതുഫലം എന്നത് ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹങ്ങളുടെ പൊതുവായ സ്ഥിതിയെ അടിസ്ഥാനമാക്കി പ്രവചിക്കുന്നതാണ്. എന്നാൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഫലങ്ങൾ ഈ പറഞ്ഞ പൊതുഫലങ്ങളോടൊപ്പം അവരുടെ ജനന സമയത്തെ ഗ്രഹനിലയും അതിൽ നിന്നുണ്ടാകുന്ന യോഗങ്ങളും നിലവിലെ ദശാപഹാരങ്ങളും ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും ഈ പൊതുഫലങ്ങളെ ഒരു സൂചനയായി മാത്രം എടുത്തുകൊണ്ട് വിശദമായ ജാതക വിശകലനം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ വളരെ നന്നായി തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ ആഴ്ച സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് ഗണ്യമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന സമയമാണ്. കച്ചവടം, ഭൂമി ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് വളരെയധികം ധന നേട്ടം വന്നു ചേരും. നിങ്ങളുടെ പഴയ ശത്രുക്കളുമായി സന്ധി ചെയ്യുകയും ബന്ധം മെച്ചപ്പെടുത്തുവാനും അവരുമായി സൗഹൃദം സ്ഥാപിക്കുവാനും സംയുക്ത യാത്രകൾ നടത്തുവാനും ഇത് അനുയോജ്യമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾക്ക് പരിഹാരം കാണുവാനും പരസ്പര വിശ്വാസവും ഐക്യവും വർദ്ധിപ്പിക്കുവാനും ഈ ആഴ്ച നിങ്ങളെ സഹായിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും പുതിയ ആനുകൂല്യങ്ങൾ നേടുവാനും സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്ഥാപിക്കുവാനും ഈ ആഴ്ച നിങ്ങളെ സഹായിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ്, വാഹന ഇടപാടുകൾ, പുരോഹിതൻ, ഹോട്ടൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം വളരെയധികം അനുകൂലമായ ദിവസങ്ങളാണ്. അവർക്ക് നല്ല വരുമാനവും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും അവരുടെ പ്രതിഭ തെളിയിക്കുവാനുമുള്ള അവസരം ഈ ആഴ്ച വന്നു ചേരും. ഈ ആഴ്ചയിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരുടെ സന്താനങ്ങളെക്കുറിച്ച് അഭിമാനിക്കുവാൻ കഴിയുന്ന സംഭവങ്ങൾ വന്നു ചേരും. അവരുടെ വിജയങ്ങളും നേട്ടങ്ങളും നിങ്ങളെ അത്യധികം സന്തോഷിപ്പിക്കുന്നതാണ്. മേടരാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ യഥാക്രമം ശനിയാഴ്ചയും ബുധനാഴ്ചയും ഞായറാഴ്ച ദിവസങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസൃതമായി വ്രതം അനുഷ്ഠിക്കുകയും ജപം നടത്തുകയും ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടയാക്കും. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ ആഴ്ച വളരെയധികം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമാകും. തെറ്റിദ്ധാരണകളും വാഗ്വാദങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ജയപരാജയങ്ങൾക്കുപരി ബന്ധങ്ങൾക്ക് വിലയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണ്. വളരെയേറെ ക്ഷമയും യുക്തിയും ആത്മസംയമനവും വേണ്ടിവരുന്ന ദിവസങ്ങളാണ്.
യാത്രാ സംബന്ധമായ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ ആഴ്ച യാത്രാ ക്ലേശം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ മേലധികാരിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന അവസ്ഥ വരെ സംജാതമാകുവാനും ഇടവരുന്നതാണ്. മറ്റുള്ളവരുമായി ഇടപെടുന്ന രീതിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അഭംഗി, അനാസ്ഥ, അശ്രദ്ധ കാരണം പല അവസരങ്ങളും നിങ്ങളുടെ നഷ്ടപ്പെടുവാൻ ഇടവരും. വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ട സമയമാണ്. ആരോഗ്യമുള്ളവർക്ക് പോലും ഈ സമയം മേൽപ്പറഞ്ഞവ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ആശുപത്രി വാസത്തിനും ഇടവരുന്നതാണ്. എന്നിരുന്നാലും ആഴ്ചയുടെ അവസാനത്തോടുകൂടി തൊഴിൽ വിജയം നേടുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. ഏതൊരു സ്ത്രീകളുമായിട്ടും ഇടപെടുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. അവരോട് വാക്കുകളിൽ അനാവശ്യ ആവേശം കാണിക്കാതിരിക്കുക. നിഷ്കളങ്കമായും സതുദ്ദേശപരമായും പറയുന്നത് പോലും വളച്ചൊടിക്കപ്പെടുവാനും മാനഹാനിയും ധനനഷ്ടവും വന്നു ചേരുന്നതാണ്. ഇടവക്കൂറിലുള്ള കാർത്തിക രോഹിണി നക്ഷത്രക്കാർ ഞായറാഴ്ച ദിവസവും മകയിരം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമെടുക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുത്തുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച വളരെയധികം പ്രതിസന്ധികൾ മനസാന്നിധ്യം കൈവിടാതെ ധൈര്യത്തോടെ നേരിട്ടാൽ ഏറെക്കുറെ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് വിജയകരമായി നേരിടുവാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും കുടുംബത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായും ചില വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ തെറ്റിദ്ധാരണകളും വാഗ്വാദങ്ങളും കുടുംബത്തിൽ ഐക്യമില്ലായ്മ സൃഷ്ടിക്കപ്പെടും. എന്തൊക്കെ സംഭവിച്ചാലും മാതാപിതാക്കളെ നിന്ദിക്കാൻ ശ്രമിക്കരുത്. അത്തരമൊരു കാര്യത്തിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ടാകും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് നിങ്ങളെ ശത്രുക്കളാക്കുവാനും മാനഹാനി, ധനനഷ്ടം എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഒരാൾക്ക് മരണമോ മരണസമാനമായ അവസ്ഥയോ ഉണ്ടാകുവാൻ ഇടയുണ്ട്. കോടതി കേസുകളിൽ ഇടപെടുവാനും ജാമ്യം ലഭിക്കാതെ വരികയും ചെയ്യാം. ദുസ്വപ്നങ്ങൾ കാണുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. അസ്വസ്ഥമായ സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്നാൽ അത് ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പാണെങ്കിൽ പരിഹാരം ചെയ്ത് രക്ഷ നേടേണ്ടതുണ്ട്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികൾ ഈ ആഴ്ച ചികിത്സാ പിഴവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ നിത്യേന കഴിക്കുന്ന ഗുളികകൾ അല്ലാത്ത മറ്റു ചികിത്സകളാകുന്ന ശസ്ത്രക്രിയകൾ, ചികിത്സാക്രമങ്ങൾ, പ്രക്രിയകൾ ഒക്കെയും ഈ ആഴ്ച ഒഴിവാക്കേണ്ടതാണ്. അലർജി, ശ്വാസകോശ രോഗങ്ങൾ, വാതം തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ ആഴ്ച വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. ജാഗ്രതയോടെ പ്രവർത്തിക്കുവാനും സാധ്യമായ ദോഷങ്ങളെയൊക്കെ ഒഴിവാക്കുവാനും ശ്രദ്ധ ചിലർത്തേണ്ട സമയമാണ് വന്നെത്തുന്നത്. മിഥുന രാശിയിലുള്ള മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ യഥാക്രമം തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുവാൻ ഇടവരുത്തുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. ഈ ആഴ്ച വളരെയധികം വെല്ലുവിളികളാൽ സംഭവബഹുലമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ വീഴ്ചകൾക്കും അലസതയ്ക്കും പോലും വലിയ പ്രതികൂലമായ ഫലങ്ങൾ നേരിടേണ്ടി വരും. സന്താനങ്ങളുമായും ജീവിത പങ്കാളിയുമായും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. തെറ്റിദ്ധാരണകളും വാഗ്വാദങ്ങളും ബന്ധങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതാണ്. കഴിവതും ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. പറയുന്നതിനേക്കാൾ കൂടുതൽ ക്ഷമയോടെ കേൾക്കുന്നത് ഈ ആഴ്ച സമയം ചിലവഴിച്ചാൽ അത് പിന്നീട് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഹൃദ്രോഗം, ഗർഭാശയ രോഗങ്ങൾ, രക്തസംബന്ധമായ അസുഖങ്ങൾ
തുടങ്ങിയ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും കൃത്യസമയത്ത് ചികിത്സ തേടുകയും ചെയ്യണം. ഭക്ഷണ കാര്യങ്ങളിൽ ശുചിത്വം പാലിക്കാത്തത് വയറിളക്കം, അതിസാരം തുടങ്ങിയ അസുഖങ്ങൾക്ക് കാരണമാകുവാനും ഇടവരുന്നതാണ്. മാനസികമായും നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം പ്രയാസകരമായിരിക്കും. വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. സഞ്ചാരശീലം വർദ്ധിക്കും. എന്നാൽ ആ യാത്രകളിൽ നിന്ന് യാതൊരു ഗുണവും ലഭിക്കാതിരിക്കുവാനും ഇടവരുന്നതാണ്. നിങ്ങളുടെ മാതാവിന് ഈ ആഴ്ചയിൽ രോഗങ്ങൾ വർദ്ധിക്കുവാനും അവസ്ഥ മൂർച്ഛിക്കുവാനും സാധ്യതയുണ്ട്. അനാവശ്യമായ സംസാരം, വിദ്വേഷം നേരിടേണ്ടി വന്നേക്കാം. വാക്കുകളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കുകയും മറ്റുള്ളവരോട് മര്യാദയോടെ പെരുമാറുകയും ചെയ്യുക. കർക്കിടക രാശിയിലുള്ള പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ ആഴ്ച വളരെയധികം ദൈവാനുഗ്രഹം നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ വാക്കുകളും പെരുമാറ്റവും മറ്റുള്ളവരെ സ്വാധീനിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. ദൃഢനിശ്ചയവും ധൈര്യവും കൈവിടാതിരുന്നാൽ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ ആഴ്ച അസാമാന്യമായ ധൈര്യവും ചിന്താശേഷിയും അനുഭവപ്പെടും. ചെയ്യുന്ന ഏത് കാര്യത്തിലും വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നിരുന്നാലും കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങളുമായി തർക്കങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടാകും. വളരെയധികം ക്ഷമയോടെയും സഹിഷ്ണുതയോടും പെരുമാറുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഈ ആഴ്ച വളരെയധികം അനുകൂലമായ സമയമാണ്. അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കുവാനും അവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും അവസരം വന്നെത്തുന്നതാണ്. ഈ ആഴ്ച നിങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനുള്ള കഴിവ്, നിയമപരമായ കാര്യങ്ങളിൽ വിജയം, സ്ത്രീകളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാനുള്ള അവസരം, നിങ്ങളുടെ ശരീരത്തിന് വളരെയധികം ഉന്മേഷവും ആരോഗ്യവും വന്നുചേരും. എന്നാൽ വാരാന്ത്യത്തിൽ മാനസിക രോഗമുള്ളവർ, പ്രത്യേകിച്ച് ഡിപ്രഷൻ പോലുള്ള അവസ്ഥയ്ക്ക് ഔഷധം സേവിക്കുന്നവർ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. നിങ്ങളുടെ തൊഴിലിലെ പ്രശ്നങ്ങൾ പരിഹാരം കാണുവാൻ സാധിക്കുമെങ്കിലും ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നുചേരുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. പ്രത്യേകിച്ചും ഭക്ഷ്യ വിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. ദൃഢമനസ്സോടെ കാര്യങ്ങൾ നേരിട്ടാൽ എല്ലാ പ്രശ്നങ്ങളും ഫലവത്തായി തീരുകയും ചെയ്യുന്നതാണ്. ചിങ്ങ രാശിയിലുള്ള മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ ശനിയാഴ്ച, ബുധനാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ ഒഴിഞ്ഞുമാറി സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. ഈ ആഴ്ച വളരെയധികം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ശിരോരോഗങ്ങൾ, പ്രത്യേകിച്ച് തൊണ്ട, നേത്ര രോഗങ്ങൾ എന്നിവ ഉള്ള ആളുകൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. വേണ്ടത്ര ശ്രദ്ധയും പരിപാലനവും ചികിത്സയും ലഭിച്ചില്ലെങ്കിൽ ആശുപത്രി വാസമോ ചിലപ്പോൾ ശസ്ത്രക്രിയ വരെ ആവശ്യമായി വന്നേക്കാം. കൃഷി, പക്ഷിമൃഗാദി വ്യാപാര മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സർക്കാർ നയങ്ങളിലും മാറ്റങ്ങളിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയും അത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വഴി തെളിയിക്കുകയും ചെയ്യുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചില ഘർഷണങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പരസ്പര ധാരണയോടെയും സ്നേഹത്തോടെയും പെരുമാറിയില്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പ്രശ്നങ്ങളായി മാറുകയും ചെയ്യും. ചിലപ്പോൾ നിയമ നടപടികളിലേക്കും വേർപിരിയലിലേക്കും നിങ്ങളുടെ ജീവിതം നയിക്കുകയും ചെയ്യും. തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളും അനാവശ്യമായ ചില വിവാദങ്ങളിലൂടെ മാനഹാനിയും പ്രവർത്തന മാന്ദ്യവും അനുഭവപ്പെടാം. ജലവുമായി ബന്ധപ്പെട്ട ചില ഭയങ്ങളും ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ആഴ്ചയുടെ അവസാനത്തോടെ ഈ പ്രതികൂല സാഹചര്യങ്ങൾക്ക് അയവ് വരുന്നതാണ്.
നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സാമ്പത്തികമായ നേട്ടങ്ങളും സർക്കാരിൽ നിന്നുള്ള അനുകൂലമായ തീരുമാനങ്ങളും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന അനുഭവവും വന്നു ചേരും. ജീവിതത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാനും ഊർജവും ആത്മവിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും. കന്നി രാശിയിലുള്ള ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ യഥാക്രമം ഞായറാഴ്ച, തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്ന വഴി ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ചും ജൂൺ 15, 16, 17 ദിനങ്ങളിൽ യഥാക്രമം ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാളായതിനാൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിത്തരുന്നതിന് സഹായിക്കുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയും സമ്മാനിക്കും. വളരെ കാലമായി നിങ്ങളുടെ കാണാതിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി വീണ്ടും ഒന്നിക്കുവാനും അവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. നല്ല പ്രവൃത്തികളും സഹായ മനസ്ഥിതിയും മൂലം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്ക് ഇടം പിടിക്കുവാനും അതുകാരണം പ്രശസ്തി വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയോ അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കുകയോ ചെയ്യാം. ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറി പരസ്പര വിശ്വാസവും ഐക്യവും ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെല്ലാം മാറി അവരുടെ ജീവിതം വളരെയധികം ഉന്നമനത്തിലേക്ക് കുതിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾക്ക് ശമനം കൈവരും. മൊത്തത്തിലുള്ള ആരോഗ്യനില വർദ്ധിക്കുകയും ചെയ്യും. നല്ല നിദ്ര, മനസ്സന്തോഷം, ആരോഗ്യകരമായ ഭക്ഷണം എന്നിവയിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കുന്നതാണ്. ഇടയ്ക്കിടെ തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ കഴിവതും അർപ്പണബോധവും ഉപയോഗിച്ച് അവയെയെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് വിജയത്തിലെത്തുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ജൂൺ 17, 18, 19 ദിനങ്ങൾ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമെടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ നേടിത്തരുന്നതിന് സഹായിക്കുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഈ ആഴ്ച നിങ്ങൾക്ക് വളരെയധികം പ്രാർത്ഥന ആവശ്യമായി വരും. വളരെ മോശം അനുഭവങ്ങൾ ഉണ്ടായാലും ദൈവവിശ്വാസം മുറുകെ പിടിക്കുക. ജാഗ്രതയോടെയും ക്ഷമയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ ആഴ്ചയിൽ പുതിയ സൗഹൃദങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപരിചിതരായ ആളുകളുമായി സ്വകാര്യ വാർത്തകൾ പങ്കുവയ്ക്കുന്നത് അവസാനം വളരെയധികം പ്രശ്നങ്ങളിൽ കലാശിക്കും. അവയിൽ ചിലത് നിങ്ങളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുകയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ചൂതാട്ടം, മദ്യപാനം, ചീട്ടുകളി തുടങ്ങിയ ദുശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇവ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സാമ്പത്തികം മുഴുവൻ നഷ്ടപ്പെടുത്തുക മാത്രമല്ല കുടുംബത്തിൽ അസ്വസ്ഥതകൾക്കും കാരണമായി തീരും. ഓൺലൈൻ ഷെയർ ട്രേഡിൽ പണം നിക്ഷേപിച്ചവർ ചലനങ്ങളിൽ ശ്രദ്ധിക്കാതെ വളരെ ക്ഷമയോടെ കാത്തിരിക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. ചെറിയ അസുഖങ്ങൾ കൂടുതൽ വഷളാകുവാനും ദീർഘകാല ബുദ്ധിമുട്ടുകൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്യുന്നതാണ്. ഈ ആഴ്ചയിലെ പല കാര്യങ്ങളും തടസ്സങ്ങളും മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതാണ്. മറ്റുള്ളവരുടെ പിഴവുകൾ നിങ്ങളുടെ തലയിൽ വന്നു വീഴുവാനും സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ആയതിനാൽ അനാവശ്യമായ ചിലവുകളും കർശനമായി നിയന്ത്രിക്കേണ്ടതാണ്. അലച്ചിൽ, ഭാഗ്യക്കുറവ്, കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയും ഈ ആഴ്ചയിൽ നിങ്ങളെ വളരെയധികം അലട്ടുന്നതാണ്. എന്നാൽ വിഷമിക്കേണ്ട. ആഴ്ചയുടെ അവസാനത്തോടെ രോഗശാന്തി, തൊഴിൽ നേട്ടങ്ങൾ, വരുമാനത്തിൽ വളരെയധികം വർധനവ്, മനസമാധാനം എന്നിവ നിങ്ങളെ തേടിയെത്തുന്നതാണ്.
പ്രത്യേകിച്ചും ജൂൺ 19, 20, 21 ദിവസങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ വ്രതമനുഷ്ഠിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ ആഴ്ചയിൽ സർക്കാർ, അർദ്ധ സർക്കാർ മേഖലകളിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഭാഗ്യം തെളിയുന്ന സമയമാണ്. നിങ്ങളുടെ സ്വപ്നത്തിലെ ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ സമയം ചെലവഴിക്കുവാനും അടുപ്പം വളർത്തുവാനും ഈ ആഴ്ച വളരെയധികം അനുയോജ്യമാണ്. നിങ്ങളുടെ ബന്ധുജനങ്ങളുമായുള്ള സൗഹൃദം ദൃഢമാവുകയും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ചകളും ഈ ആഴ്ചയിൽ വന്നുചേരാം. ദീർഘകാലമായി പ്രണയത്തിലായിരുന്നവർക്ക് ഈ ആഴ്ച വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കും. ചിലപ്പോൾ വീട്ടുകാരുടെ എതിർപ്പുകൾ മാറി ഇരു വീട്ടുകാരുടെയും അനുമതിയോടെ വിവാഹം നടത്തുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങൾ, അമ്മാവൻ തുടങ്ങിയ ബന്ധുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായമോ സമ്മാനങ്ങളോ ലഭിക്കുവാനുള്ള സാധ്യതയും ഈ ആഴ്ച വന്നുചേരും. വിദേശ യാത്രയുടെ സ്വപ്നം കണ്ട ആളുകൾക്ക് ഈ ആഴ്ച അത് സാക്ഷാത്കരിക്കുവാനുള്ള അവസരം ലഭിക്കും. തങ്ങളുടെ യോഗ്യതയ്ക്കും താല്പര്യങ്ങൾക്കും അനുയോജ്യമായ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാകും. നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും ഈ ആഴ്ച അനുയോജ്യമാണ്. തൊഴിൽ രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കുവാനും മനസ്സിന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ആഴ്ചയായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. ധനുരാശിയിലുള്ള പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ ബുധനാഴ്ച, ഞായറാഴ്ച ദിവസം വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ജൂൺ 22 മൂലം നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ഈ ആഴ്ച ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾക്കും അറിവിനും അനുയോജ്യമായ ജോലി ലഭിക്കുവാനുള്ള അവസരം വന്നെത്തും. അത് അവരുടെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്യും. ദീർഘകാലമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് സന്തോഷ വാർത്ത ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ആഴ്ച പുതിയ ഒരു തുടക്കം ലഭിക്കും. പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കുന്നതിനുള്ള അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ബിസിനസ്സുകാർക്ക് അവരുടെ നിക്ഷേപങ്ങളിൽ നിന്ന് ഇരട്ടി ലാഭം വന്നുചേരും. കല, സാഹിത്യം, സംസ്കാരം, രാഷ്ട്രീയം എന്നിവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അംഗീകാരവും അഭിനന്ദനവും ലഭിക്കുകയും ചെയ്യും. അവരുടെ സൃഷ്ടികൾക്ക് മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുകയും പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുകയും ചെയ്യുന്നതാണ്. മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു അത്ഭുതകരമായ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ആഴ്ച നിങ്ങളുടെ എല്ലാവിധ സ്വപ്നങ്ങൾക്കും ചിറകു മുളയ്ക്കുകയും അവ യാഥാർത്ഥ്യത്തിലേക്ക് പറന്നുയരുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിലുള്ള അവസരം ലഭിക്കും. അവരുടെ അഭിരുചിക്കും കഴിവിനും അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും പുതിയ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരവും ജീവിത രീതിയും തിരിച്ചറിയുവാനുമുള്ള അവസരവും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ആഴ്ച നിങ്ങൾക്ക് പ്രശസ്തിയും നല്ല ആരോഗ്യവും സമ്മാനിക്കുകയും ചെയ്യും. മകര രാശിയിലുള്ള ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർ ഞായറാഴ്ച ദിവസവും അവിട്ടം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ദിവസവും വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പോരുട്ടാതി ആദ്യ മുക്കാൽ. ഈ ആഴ്ച നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. ശത്രുക്കളിൽ നിന്നുമുള്ള ശല്യം പ്രധാനമായും നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കുവാൻ ഇടവരും.
അനാവശ്യമായ വാക്കുകൾ കാരണം കുടുംബാംഗങ്ങളുമായും സന്താനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും വളരെയധികം പ്രശ്നങ്ങളിലേക്ക് ഉടലെടുക്കുകയും ചെയ്യുന്നതാണ്. ഇവയെല്ലാം നിസ്സാര കാര്യങ്ങളിൽ നിന്നും തുടക്കം കുറിക്കുന്നതാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പരുഷമായി ഉപയോഗിക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് കേസ് വഴക്കുകൾ കാരണമാകുകയും വരുമാന നഷ്ടവും ജയിൽ ശിക്ഷ എന്നിവയ്ക്ക് വഴിവെക്കുകയും ചെയ്യും. സാമ്പത്തിക ഇടപാടുകളിൽ ജാമ്യം നിൽക്കുന്നത് ഒഴിവാകുവാൻ സാധിച്ചില്ലെങ്കിൽ വ്യക്തമായ കരാർ രേഖ ഉണ്ടാക്കിയതിനു ശേഷം സൂക്ഷിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കരാറുകളിൽ ഒപ്പിടേണ്ട അവസ്ഥ വന്നാൽ അവയെല്ലാം അതീവ ജാഗ്രതയോടെ നിങ്ങൾ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഒപ്പിടുക. വിദേശ യാത്ര ആഗ്രഹിക്കുന്ന ആളുകൾ വിസയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. ആമാശയം, ഉദരം എന്നിവിടങ്ങളിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ആളുകൾ കൃത്യസമയത്ത് മരുന്ന് കഴിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അസുഖം കൂടുതൽ വഷളാകുവാനും മാനസികമായ വിഷമതയ്ക്കും കാരണമാകുന്നതാണ്. എന്നിരുന്നാലും ആഴ്ച അവസാനത്തോടെ കാര്യങ്ങൾ മാറി മറിയുകയും ധനനേട്ടം, തൊഴിലിൽ വിജയം എന്നിവ ഉണ്ടാകുന്നതാണ്. ക്ഷമയോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാനും വിജയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കുംഭരാശിയിലുള്ള അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രക്കാർ യഥാക്രമം തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുവാൻ ഇടവരുത്തുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഈ ആഴ്ച ശാരീരികമായും മാനസികമായും അല്പം ക്ലേശങ്ങൾ അനുഭവപ്പെടാനിടയുണ്ട്. തലവേദന, ക്ഷീണം, ഉറക്കക്കുറവ് തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകളോടൊപ്പം മനസ്സിൽ ആശങ്ക, അസ്വസ്ഥത, ഏകാഗ്രതക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അപകട സാധ്യത വളരെയധികം വർദ്ധിക്കുവാനും ഇടവരും. ശത്രുക്കൾ ദോഷകരമായി ബാധിക്കാൻ ശ്രമിച്ചേക്കാം. അവർ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെട്ട് ചതിപ്രയോഗങ്ങൾ നടത്തുവാനും സാധ്യതയുണ്ട്. എന്നാൽ മനക്കരുത്തും സാമർഥ്യവും ഉപയോഗിച്ച് ഈ പ്രതിസന്ധികളെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ജോലിയിൽ ചില തടസ്സങ്ങളും കുടുംബാംഗങ്ങളുമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഈ ആഴ്ച നേരിടേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുമായും മക്കളുമായുമുള്ള ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടും. ആശയവിനിമയത്തിലെ അപാകതകളും പരസ്പര ധാരണയില്ലായ്മയും ഇതിന് കാരണമാകും. ക്ഷമയോടെയും സൗമ്യതയോടെയും ഇടപെട്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും നന്ദികേടിൻ്റെ ചില അനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ നല്ല മനസ്സിനെ ചിലർ മുതലെടുക്കുവാൻ ശ്രമിക്കും. ജലം സംബന്ധിച്ച ഭയങ്ങളും ചില അപ്രതീക്ഷിത സംഭവ വികാസങ്ങളും ഈ ആഴ്ച ഉണ്ടാകും. ഒരുപക്ഷെ ഒരു ചെറിയ അപകടമോ അസുഖമോ ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും വാരാവസാനത്തോടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അനുകൂലമായി മാറുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങളും ജീവിത നിലവാരത്തിൽ വളരെയധികം പുരോഗതിയും ജോലിയിൽ നിങ്ങൾക്ക് ഉയർച്ചയും പ്രതീക്ഷിക്കാം. ഒരു പുതിയ ജോലിക്കുള്ള ഓഫർ ലഭിക്കുകയോ നിലവിലെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുകയോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും അലയടിക്കുകയും ചെയ്യും. മീനരാശിയിലുള്ള പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.